ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കുഴിയൽപ്പടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയായി 3 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഓണർ 65 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ നോക്കാം. നമുക്ക് പഞ്ചായത്തിൻ്റെ ടാർ റോഡിൽ നിന്നും നമുക്ക് 7 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർ റോഡാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഫ്ലോട്ടിലേക്ക് വരുന്ന ദൂരം റോഡെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 5 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ്. മതിലിനൊക്കെ അത്യാവശ്യം ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ചിൻ്റെ പ്രൊവിഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് വലിയൊരു വാഹനം ഇവിടെ നിൽക്കാവുന്ന രീതിയിൽ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്ക് സൈഡിലും നമുക്കൊരു കാർ പോർച്ചായിട്ട് വരുന്നുണ്ട്. അത് മറ്റൊരു വാഹനം കൂടി നിൽക്കാവുന്ന രീതിയിലാണ്. മുറ്റം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് മുറ്റം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് കിണർ സൗകര്യമാണ്. അത് വടക്ക് കിഴക്കേലെ മൂലയിലേക്ക് മാറ്റിയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ KWD വാട്ടർ കണക്ഷനും ഈ വീടിനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റാണ്. ഡബിൾ ബോർഡറൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഗ്രാനൈറ്റിലൂടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് ഡോറ് ഇവിടെ വരുന്നത് ഒറ്റപ്പാളിയിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് വരുന്നത്. അത് നമുക്ക് മരം വരുന്നത് മഹാഗണി മരമാണ് ഫ്രണ്ട് ഡോറിനായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ ടൈലുകളൊക്കെ കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് വരുന്നത്. നമുക്ക് ഒരു എൽ ഷേപ്പിലുള്ള സെറ്റുകളൊക്കെ ഇടാവുന്ന രീതിയിലാണ് ഇവിടെ ലിവിങ് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ നല്ലൊരു TV യൂണിറ്റും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീട്ടിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫാൾസിലും വർക്കുകളും നമുക്ക് ഈ ലിവിങ് സ്പേസിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ കിടക്കുന്ന എൻട്രിയിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് 4-5 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് വരുന്നുണ്ട്. അത് വാഷ് ബേസും വരുന്നത് നമുക്ക് സീറയുടെ ബ്രാൻഡിലുള്ള വാഷ് ബേസിനാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നമുക്ക് ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള പോർഷനും നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണാണ്. കിച്ചണിലേക്ക് കിടക്കുന്ന എൻട്രിയിലേക്ക് നല്ല രീതിയിലുള്ള സ്ക്വയറിലായിട്ടുള്ള ഹാൻഡിൽ കബോർഡ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കിച്ചണിൽ വരുന്നുണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വലിപ്പമുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നല്ല കബോർഡ് വർക്കുകളും വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷിങ്ങിലായിട്ടുള്ള നല്ല കബോർഡ് വർക്കുകളും നമുക്ക് ഈ കിച്ചണായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലാണ്. ഈ വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. നല്ല മൾട്ടിവുഡിനകത്ത് എടുത്ത നല്ല വാൾഡ്രോബ്സും വരുന്നുണ്ട്. നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് വരുന്നത്. കൂടാതെ നമുക്ക് സിംഗിൾ ഫേസ് ക്ലോസറ്റൊക്കെയാണ് വരുന്നത്. ചെറിയുടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. മുകളിലെ നിലയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ സ്പേസും ഈ വീടിനായിട്ട് വരുന്നുണ്ട്. വർക്ക് ഏരിയ അധികം വലിപ്പമുള്ള രീതിയിലല്ല, ഒരു മീഡിയം വലിപ്പത്തിലാണ് വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സിംഗിൾ പ്രൊവിഷനും നമുക്ക് വരുന്നുണ്ട്. ചെറിയൊരു കബോർഡ് വർക്കും നമുക്ക് അവിടെ വരുന്നുണ്ട്. നമുക്ക് ഇനി മുകളിലെ നിലയിലെ വിശേഷങ്ങളൊക്കെ നോക്കാം. മുകളിലെ സ്റ്റെപ്പുകളൊക്കെ വരുന്ന ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റാണ്. കൂടാതെ ബോർഡറൊക്കെ നമുക്ക് ടൈലുകളൊക്കെയാണ്, വൈറ്റ് ടൈലുകളൊക്കെ വരുന്നുണ്ട്. നല്ല ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ നമുക്ക് ഈ മുകളിലെ നിലയിലേക്കുള്ള സ്റ്റെപ്പിലൊക്കെ നല്ല ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വുഡിൻ്റെ നല്ല പാനൽ ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിൽസും നമുക്കിവിടെ വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് നമുക്ക് മുകളിൽ വരുന്നത്. യൂട്ടിലിറ്റി സ്പേസ് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. അവിടെയും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്.
ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ്. മുകളിലെ 2 ബെഡ്റൂമാണ് ഈ വീടിനായിട്ട് വരുന്നത്. ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ടൈലുകളൊക്കെ അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നമുക്ക് വാൾഡ്രോബ്സുകളൊക്കെ വരുന്നത്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം വരുന്നത് മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് സെറിയുടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറും ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും മൾട്ടിവുഡിനകത്തെടുത്ത് നല്ല കബോർഡ് വർക്കുകളും വരുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. കൂടാതെ നല്ല ഫാൽസീലും വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ടൈലുകളൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് വരുന്നത്. നമുക്ക് സൈഡിലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയോട് കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഓപ്പൺ ടെറസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി കുഴിയൽപ്പടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയായി വരുന്ന 3 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ഓപ്പൺ ടെറസോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.